R tutorial classes. ഇവിടെ നമ്മൾ R പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ തിയറി എക്സാമിന് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ടോപ്പിക്സും അതിൽ എങ്ങനെ നമ്മൾ എക്സാമിന് എഴുതണം എന്നതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ട്യൂട്ടോറിയലാണ്. ഓക്കെ, നമ്മൾക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് ട്യൂട്ടോറിയൽ വി ആർ പ്ലാനിങ് ടു ഡു ലേറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്ലാസ് 1. നമ്മൾ R പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ വരുന്ന വീഡിയോസിലുള്ള വെരി ഫസ്റ്റ് വീഡിയോ ആണത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഇൻ R ആണ്. നമ്മൾ R ലാംഗ്വേജിൽ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ളത് 4 ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ആസ് വെക്ടേഴ്സ്, മാട്രിസസ്, ഡാറ്റ ഫ്രെയിംസ് ആൻഡ് ലിസ്റ്റ്. വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1 ഡയമെൻഷണൽ അറേ തന്നെയാണ് വെക്ടേഴ്സ് എന്ന രീതിയിൽ ആറിൽ മെൻഷൻ ചെയ്യുന്നത്. എ 1 dimensional array that holds elements of the same type, useful for storing simple data like list or numbers. നമ്മൾക്ക് സ്റ്റുഡൻറ് ലിസ്റ്റ്, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, ആ രീതിയിലുള്ള വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെക്ടേഴ്സ് ആണ്. മാട്രിസസ് ദാറ്റ് ഈസ് 2 dimensional array. 2 dimensional array ആണ് നമ്മൾ ആറിൽ മാട്രിസസ് എന്ന രീതിയിൽ പറയുന്നത്. എലമെന്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ്, അത് ഒരേ ടൈപ്പിലുള്ള എലമെന്റ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. റോ ആൻഡ് കോളം രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് മാട്രിസസ്. 1 dimensional array is vectors. 2 dimensional array in RS we are called it as matrices. Okay. Next is data frames. Data frames ആണ് ആറിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി ആർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡാറ്റ അനാലിസിസ് പർപ്പസിനാണ്. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസ് പർപ്പസിൽ നമ്മുടെ ഡാറ്റ സെറ്റ് വരുന്നത് നമുക്കറിയാലോ, ഒരു നോർമൽ ഡാറ്റ സെറ്റ് എങ്ങനെയായിരിക്കും. ആ രീതിയിലുള്ള ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഡാറ്റ ഫ്രെയിംസ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ആൻഡ് മാട്രിസസ്. ഓക്കെ, ഓഫറിംഗ് എ ഫ്ലെക്സിബിൾ ആൻഡ് എഫിഷ്യൻറ്റ് വേ ടു സ്റ്റോർ ഡൈവേഴ്സ് ഡാറ്റ. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ സ്പ്രെഡ്ഷീറ്റ്. അപ്പം നമ്മൾക്ക് ഒരു എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ഒരൊറ്റ റോ ആയിട്ട് നമ്മൾക്ക് എടുക്കാം അതിന്, അല്ലേ, ഫസ്റ്റ് റോ. അപ്പം അതൊരു വെക്ടർ രീതിയിൽ അപ്പോൾ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എപ്പോഴും ഒരു റോ പോലെ എടുക്കണം എന്ന് മാത്രമല്ല, അതുപോലെ ഒരു കോളം പോലെ എടുക്കണം എന്നല്ല, നമ്മൾക്ക് മേ ബി ചിലപ്പോൾ ഒരു സബ്സെറ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ് ആയിട്ടും നമ്മൾക്ക് ഡാറ്റ സെറ്റിനെ എടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് മാട്രിസസും അവിടെ വരും. അപ്പം കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ആൻഡ് മാട്രിസസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് എലമെന്റ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഇൻക്ലൂഡിങ് വെക്ടേഴ്സ്, മാട്രിസസ്, ഡാറ്റ ഫ്രെയിംസ് ആൻഡ് ഈവൻ അതർ ലിസ്റ്റ്. അഥവാ ഒരു ലിസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ഡാറ്റ സെറ്റിനും ഒരുമിച്ച് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലിസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻപുട്ട് മെത്തേഡ്സ് ഇൻ ആർ പ്രോഗ്രാമിംഗ്. ഇൻപുട്ട് മെത്തേഡ്സ് ആയിട്ട് നമ്മൾക്ക് ആർ പ്രോഗ്രാമിംഗിൽ മെയിനായിട്ട് 3 ഇൻപുട്ട് മെത്തേഡ്സ് ആണുള്ളത്. റീഡ് ലൈൻ ഈസ് ഫോർ റീഡിംഗ് ദ സിംഗിൾ ലൈൻ ഓഫ് ഇൻപുട്ട് ഫ്രം ദ യൂസർ. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെ എഴുതാം? നെയിം, റീഡ് ലൈൻ, എൻ്റർ യുവർ നെയിം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അത് റൺ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു സിംഗിൾ ലൈൻ എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് കിട്ടും. ഓക്കെ, അതാണ് റീഡ് ലൈൻ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്കാൻ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റീഡ് മൾട്ടിപ്പിൾ ലൈൻസ്. നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ലൈൻസ് വേണം, അഥവാ ഒരു വെക്ടറിൽ, അഥവാ ഒരു അറേ പോലെ ലോട്ട്സ് ഓഫ് വാല്യൂസിനെ നമ്മൾക്ക് എടുക്കണമെങ്കിൽ വി ആർ യൂസിങ് സ്കാൻ ഫംഗ്ഷൻ. അപ്പം നമ്പേഴ്സ് സ്കാൻ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? 10 or 20 എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും വാല്യൂസ് നമ്മൾക്ക് തുടരെ ഇങ്ങനെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വെക്ടറിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മൾക്ക് വരുന്നത് CSV ഫയലിൽ വെച്ചിട്ടുള്ള ഇൻപുട്ടിംഗ് ആണ്. അപ്പോൾ CSV ഫയൽ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? read.csv അഥവാ CSV ഫയലിനെ ആറിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് read.csv. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാ വരിക? ഡാറ്റ read.csv നമ്മുടെ ആ ഒരു ഡോക്യുമെന്റിന്റെ പാത്ത് ഇവിടെ കൊടുക്കുക. അപ്പം നമ്മുടെ സിസ്റ്റത്തിലെ ഡോക്യുമെന്റ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ഫയലെങ്കിൽ നമ്മൾക്ക് അതിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിന്റെ പാത്ത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്താൽ നമ്മൾക്ക് ആ CSV ഫയലിലെ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഫ്രെയിമിലേക്ക് നമുക്ക് എടുത്തു തരും. ഓക്കെ, അപ്പൊ ഇതൊരു സിംഗിൾ ലൈൻ ഓഫ് ഇതാണ്, അഥവാ ഒരൊറ്റ ക്യാരക്ടർ വെക്ടർ, അഥവാ ഒരൊറ്റ എലമെന്റ് ഉള്ള ഒരു അറേ പോലെയാണ് ഇങ്ങോട്ട് വാല്യൂ വരുന്നത്. ഇവിടെ വരുന്നത് ലൈക്ക് എ 1 dimensional array. ഇവിടെ നമ്മൾക്ക് ഇറ്റ് ഈസ് ലൈക്ക് എ ഡാറ്റ ഫ്രെയിം, അഥവാ വെക്ടേഴ്സും മാട്രിസസും എല്ലാം കൂടെ കൂടിയിരിക്കുന്ന ഡാറ്റ ഫ്രെയിം ആയിട്ടാണ് read.csvയുടെ ഇൻപുട്ടിംഗ് വരുന്നത്. Okay, so 3 methods are the read line, scan and read.csv. ബേസിക് ആയിട്ടുള്ളത്. ഇനി നമ്മൾക്ക്
ആറിൽ ഇമ്പോർട്ടിംഗ് വരുമ്പോൾ പല ടൈപ്പ് ഓഫ് ഫയൽസിൽ നിന്ന് ഇമ്പോർട്ടിംഗ് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടിംഗ് അഥവാ നമ്മൾക്ക് ഒരു TXT ഫയലിൽ നിന്ന് അഥവാ ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്ന് നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് read.table. നമ്മൾ CSV ഫയലിൽ നിന്നാണെങ്കിൽ read.csv യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ആണെങ്കിൽ read.table എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. അപ്പൊ അതും എന്താണ്, നമ്മുടെ CSV ഫയൽ എടുത്തിട്ട് ഡാറ്റ ഫ്രെയിമിലേക്ക് കൊടുക്കുന്ന പോലെ ഈ ടെക്സ്റ്റ് ഫയലിനെ എടുത്തിട്ട് ഈ read.table എന്ന് പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഡാറ്റ ടേബിളിലേക്ക് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഡയറക്റ്റ് ഇമ്പോർട്ടിംഗ് ആറിൽ നടക്കുക ബൈ യൂസിങ് read.table ഫംഗ്ഷൻ ആൻഡ് read.csv ഫംഗ്ഷൻ. ഇനി നമ്മൾക്ക് അതർ സ്പ്രെഡ്ഷീറ്റ് വരും എന്ന് വിചാരിക്കുക. അഥവാ നമ്മുടെ എക്സലിൽ നിന്നൊക്കെ CSV അല്ല ടെക്സ്റ്റും അല്ല, അപ്പോൾ ഒരു എക്സൽ എന്ന് വരികയാണെങ്കിൽ നമ്മൾ എക്സലിൽ നിന്നൊക്കെ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു റീഡ് എക്സൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലൈബ്രറിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ ജാവയിലൊക്കെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ലേ, അതുപോലെ ആറിൽ കൊടുക്കുന്നതാണ് ലൈബ്രറി റീഡ് എക്സൽ. ലൈബ്രറി റീഡ് എക്സൽ എന്ന് പറയുമ്പോൾ റീഡ് എക്സൽ എന്ന് പറഞ്ഞിരിക്കുന്ന പാക്കേജിന് നമുക്ക് അവൈലബിൾ ആയി കിട്ടും. അപ്പൊ അതിൽ വരുന്ന ഒരു ഫംഗ്ഷനാണ് read_excel. അപ്പൊ read_excel ഡാറ്റ നമ്മുടെ എക്സൽ ഫയൽ XLSX എന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ടുള്ള ആ ഫയലിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഫ്രെയിമിലേക്ക് നമ്മളുടെ ആറ് ഇമ്പോർട്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ പഠിച്ചിരിക്കുന്നത് read.table നോക്കി ടെക്സ്റ്റ് ഫയലിന് വേണ്ടിയിട്ട്, പിന്നെ read.csv ഫയലിന് വേണ്ടിയിട്ട്, ഇനി read_excel എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എക്സൽ ഫയലിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ 3 മെയിൻ മെത്തേഡ്സ് ആണ് ഇമ്പോർട്ടിംഗ് ഒരു വാല്യൂ ഡാറ്റ സെറ്റിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഫംഗ്ഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ആക്സസിങ് ആണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു വെക്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മാട്രിസസ് ആയിട്ടോ ലിസ്റ്റ് ആയിട്ടോ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോളം നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻഡെക്സസ്, ഒരു ഇൻഡെക്സ് ബേസിൽ നമ്മൾക്ക് ഇപ്പോൾ അരയിലെ ഒരു ഇൻഡെക്സ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, x(2) എന്ന് പറയുമ്പോൾ തേർഡ് എലമെന്റ് ഓഫ് അരേ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഇവിടെ 1 ഡയമെൻഷണൽ അരേക്ക് പറയുന്ന എന്താണ്, വെക്ടർ. ആ വെക്ടറിന്റെ ഇപ്പോൾ തേർഡ് എലമെന്റ് ദാറ്റ് ഈസ് ഇൻഡെക്സ് വിത്ത് 2യുടെ വാല്യൂ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ഏതാണോ ഇൻഡെക്സ് വേണ്ടത് അത് ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു വെക്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു എലമെന്റിനെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ഡാറ്റ ഫ്രെയിം ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ ഡാറ്റ സെറ്റ് അല്ലേ, ഒരുപാട് വാല്യൂസും കോളംസും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ഒരു കോളം മാത്രം നമ്മൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് $ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾക്ക് ഒരു ഡാറ്റ എന്ന് പറഞ്ഞ ഡാറ്റ ഫ്രെയിം ഉണ്ട്, അതിൽ ഒരുപാട് കോളംസ് റോസ് വാല്യൂസ് കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോളം നെയിമിന്റെ വാല്യൂ മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ വി ആർ യൂസിങ് ലൈക്ക് ദിസ്, ഹൈറ്റ് ആരോ ഡാറ്റ $height. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കോളം നെയിമിൽ വരുന്ന ആ ഒരു കോളത്തിനെ മാത്രം നമുക്ക് റിട്രീവ് ചെയ്ത് ഡാറ്റ ഫ്രെയിമിന്റെ രൂപത്തിൽ നമുക്ക് തരും. ഇതാണ് 2 മെത്തേഡ് ഡാറ്റ ആക്സസിംഗിൽ വരുന്നത്. നമ്മൾക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടും $ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡാറ്റയെ മാത്രം എടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ വെക്ടറിൽ ഒരു ഇൻഡെക്സിന്റെ വാല്യൂ എടുക്കണമെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വൽ റോയോ ഒരു കോളം, ഒരു ഡാറ്റ ഫ്രെയിമിലുള്ള ഒരു റോയ്ക്കോ കോളത്തിനോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റോ ഡാറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോർമലി ഇപ്പോൾ ഇതൊരു മാട്രിക്സ് രൂപത്തിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ ഇവിടെ റോയുടെ കാര്യം മാത്രം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ മൊത്തം നമ്മൾക്ക് ഈ ഒരു ഡാറ്റ ഫ്രെയിമിലേക്ക് നമുക്ക് തിരിച്ചു തരും. ഇനി നമ്മളല്ല ഇതിന്റെ കൂടെ തന്നെ 1,2 എന്ന് പറയുകയാണെങ്കിൽ ആ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലുള്ള ആ ഡാറ്റയെ മാത്രം നമ്മൾക്ക് അത് റിട്രീവ് ചെയ്ത് തരും. അപ്പൊ ആ രീതിയിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് യൂസിങ് ദ സബ്സെറ്റ് ഫംഗ്ഷൻ. സബ്സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഡാറ്റയെ മാത്രമായിട്ട് ഒരു സബ്സെറ്റ് ഓഫ് ഡാറ്റ സെറ്റ് റോ ആൻഡ് കോളം
നമുക്കൊരു ഡാറ്റ ഫ്രെയിമിൽ ഒരു സബ്സെറ്റിനെ മാത്രം റിട്രീവ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് സബ്സെറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കൂ, ഹൈറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 100. അപ്പം നമ്മുടെ ഡാറ്റാ സെറ്റിൽ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോളം ഉണ്ട്. അതിൽ ഗ്രേറ്റർ ദാൻ 100 ആയതിനെ മാത്രം നമുക്ക് എടുക്കണമെങ്കിൽ വി ആർ യൂസിങ് സബ്സെറ്റ് ഫംഗ്ഷൻ. അപ്പോൾ സബ്സെറ്റ് ഏതാണോ ഡാറ്റാ ഫ്രെയിമിന്റെ പേര്, അതിന്റെ കോളം, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഈക്വൽ ടു ഏതെങ്കിലും നോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ള മാത്രമുള്ള വാല്യൂ എടുക്കണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾക്ക് സബ്സെറ്റിനെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഡാറ്റ ആക്സസിങ് ആറിൽ വരുന്ന മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഡാറ്റ ആക്സസിങ്ങിൽ ഇൻഡെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു, ഒരു കോളം എടുക്കാൻ വേണ്ടിയിട്ട് $സൈൻ യൂസ് ചെയ്യുന്നു. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു റോയോ കോളം കറക്റ്റ് സ്പെസിഫൈ ചെയ്ത റോയോ കോളത്തിനെയോ അല്ലെങ്കിൽ റോ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി സബ്സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾക്ക് കോളത്തിന്റെ വാല്യൂ റോയുടെ വാല്യൂ കോളത്തിന്റെ വാല്യൂ നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഇത്രയുമാണ് ഡാറ്റ ആക്സസിങ് വരുന്നത്. ഇനി ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാനിപ്പുലേഷൻ നടത്തണമെങ്കിൽ വി ആർ യൂസിങ് DPLYR എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാക്കേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ഫ്രെയിമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഡാറ്റ ആക്സസിങ് പോലെ തന്നെയാണ്. ഓക്കെ, പലതും ഫിൽട്ടർ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് കുറച്ച് മാറ്റി ഡാറ്റ ആക്സസിങ്ങിലും ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാറ്റ ആക്സസിങ് ബൈ യൂസിങ് DPLYR പാക്കേജ് എന്ന എക്സാമിന് ചോദിക്കുകയാണെങ്കിലും ഇത് എഴുതാം, ഡാറ്റ മാനിപ്പുലേറ്റിംഗ് ചോദിക്കുകയാണെങ്കിലും എഴുതാം കേട്ടോ. രണ്ടും വലിയ വ്യത്യാസമില്ല. പക്ഷെ ഡാറ്റ മാനിപ്പുലേറ്റിങ്ങിനാണ് മെയിനായിട്ട് ഈ പാക്കേജ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡിങ് ഇങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ DPLYR aims to provide a function for each basic verb of data manipulation. This verb can be organized into 3 categories. ഒരു 3 കാറ്റഗറി ബേസിലാണ് അതിന്റെ മാനിപ്പുലേഷൻ വരുന്നത്. നമുക്ക് റോ ബേസ് മാനിപ്പുലേറ്റ് ചെയ്യാം, കോളം ബേസ് മാനിപ്പുലേറ്റ് ചെയ്യാം, ഗ്രൂപ്പ് ഓഫ് റോസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതിനൊക്കെ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പം നമുക്ക് റോ ബേസ്ഡ് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് ഫിൽട്ടർ. നമ്മൾക്ക് ചൂസസ് റോ ബേസ്ഡ് ഓൺ എ കോളം വാല്യൂ. ഇപ്പോൾ ഒരു റോയില് ഒരു കോളം വാല്യൂ എന്നെയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സ്ലൈസസ് ചൂസസ് റോസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, അഥവാ ഇന്ന ലൊക്കേഷനിലുള്ള റോ അഥവാ ഒരു ഇൻഡെക്സ് ബേസിൽ വരാണെങ്കിൽ നമുക്ക് സ്ലൈസ് യൂസ് ചെയ്യാം. അറേഞ്ചസ് ചേഞ്ചസ് ദ ഓർഡർ ഓഫ് റോസ്, അഥവാ റോയുടെ ഓർഡർ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വി ആർ യൂസിങ് അറേഞ്ച് ഫംഗ്ഷൻ. അപ്പൊ ഇതൊക്കെ റോ ബേസ്ഡ് മാനിപ്പുലേഷൻ ആണ്. ഓക്കെ, ഇനി കോളം ബേസിലാണെങ്കിൽ സെലക്ട് ചേഞ്ചസ് വെദർ ഓർ നോട്ട് എ കോളം ഇസ് ഇൻക്ലൂഡഡ്, അഥവാ അത് സെലക്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് സെലക്ട്. റീനെയിം ഇസ് യൂസ്ഡ് ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ കോളം. മ്യൂട്ടേറ്റ് ചേഞ്ചസ് ദ വാല്യൂസ് ഓഫ് കോളംസ് ആൻഡ് ക്രിയേറ്റ് ന്യൂ കോളംസ്. അപ്പൊ നമ്മൾ അത് വാല്യൂസ് ചെയ്തിട്ട് അതിനെ ന്യൂ കോളത്തിലേക്കൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് ഫീച്ചർ സെലക്ഷൻ, ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് മ്യൂട്ടേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. റീലൊക്കേറ്റ് ചേഞ്ചസ് ദ ഓർഡർ ഓഫ് ദ കോളം. ഇവിടെ അറേഞ്ചസ് ഫോർ changes the order of rows, relocation is changes the order of column. ഇനി ഗ്രൂപ്പ് ഓഫ് റോസിന്റെ ആണ് വരുന്നതെങ്കിൽ summarize. Summarize means it collapses a group into a single row. അഥവാ ഒരു ഗ്രൂപ്പിനെ നമ്മൾക്ക് ഒരു സിംഗിൾ റോ ആയിട്ട് സമ്മറൈസ് ചെയ്യണം, അഥവാ അതിന്റെ മീൻ കണ്ടുപിടിച്ചിട്ടോ ആ രീതിയിലൊക്കെ സമ്മറൈസ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് സമ്മറൈസ് ഫംഗ്ഷൻ. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡെക്സിങ് ഇൻ ആറാണ്. ഇപ്പം നമ്മൾ ഡാറ്റ ആക്സസിങ് നോക്കി, ഡാറ്റ മാനിപ്പുലേഷൻ നോക്കി, അങ്ങനെ ആ 2 കാര്യം നോക്കി. ഇനി ഇൻഡെക്സിങ് എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ നോർമലി ഇൻഡെക്സിങ് നമ്മൾ പറഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട്, അത് നമ്മൾക്ക് ഇൻഡെക്സിങ്ങിന്റെ ബേസിലും കൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ ഇൻഡെക്സിങ് ഇൻ ആർ പ്രോഗ്രാമിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ആക്സസിങ് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ. നമുക്ക് വെക്ടേഴ്സ്, മാട്രിസസ്, ലിസ്റ്റ്, ഡാറ്റ ഫ്രെയിം, അങ്ങനെ 4 ഡാറ്റ സ്ട്രക്ചർ അല്ലേ ആറിലുള്ളത്. അപ്പൊ അതില് നമ്മൾക്ക് ഇൻഡിവിജ്വൽ എലമെന്റ്സിനെ ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സിങ് ഇൻ വെക്ടേഴ്സിൽ വരുന്നത് നമ്മുടെ സ്ക്വയർ ഓപ്പറേറ്റർ ആണ്. അഥവാ നമ്മുടെ 1 ഡയമെൻഷണൽ അറേയിൽ നമ്മൾ ഒരു വാല്യൂ മാത്രം എടുക്കണമെങ്കിൽ വി ആർ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്. ആ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ സി എന്ന് പറഞ്ഞിരിക്കുന്ന വെക്ടർ,
ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു വെക്ടർ 1 2 3 4 5 എന്നിരിക്കുന്നത് വി എന്ന് പറഞ്ഞ വെക്ടറിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂല് നമ്മൾക്ക് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ഇത് 0th ഇൻഡെക്സ് ആണ് 1 2 3 4. അപ്പൊ ഇതിൽ വരുന്ന ഈ ഒരു ഓപ്പറേറ്ററിൽ 2 ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ പാസ് ചെയ്യുക നമ്മൾ ശരിക്കും. ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ എലമെന്റ് യു വാണ്ട് ടു ആക്സസ്. അപ്പൊ ഏത് എലമെന്റ് ആണ് ചെയ്യുന്നത് അത്. ആൻഡ് ദ സെക്കൻഡ് ആർഗ്യുമെന്റ് ഈസ് ദ എലമെന്റ്സ് ഡയമെൻഷൻ. ഇപ്പോൾ നമ്മൾക്ക് ഒരു 2 ഡയമെൻഷൻ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ 1 1 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. നമ്മൾക്ക് ഒരു 1 ഡയമെൻഷൻ അല്ലേ, വെക്ടറിന്റെ ബേസിലാണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ മാത്രം കൊടുത്താൽ മതി, മറ്റേത് ഓപ്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിന്റെ ഇൻഡെക്സിങ് ചെയ്യുന്നത്. ഇനി അതേ കേസ് തന്നെയാണ് ഇൻഡെക്സിങ് ഇൻ മാട്രിസസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ശരിക്കും. അത് പക്ഷെ ഇത് ഇങ്ങനെ ഒന്നും കൊടുക്കാതിരുന്നാൽ ദിസ് ഇസ് ഫോർ 1 ഡയമെൻഷണൽ അറേന്ന് അവർ മെൻഷൻ ആക്കും. അപ്പൊ ഇവിടെ നമ്മൾ മാട്രിക്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാട്രിക്സ് 1 to 10 അറേ n അറേ 2 n കോളം 5 അഥവാ റോ 2ഉം 2 റോയും 5 കോളമായിട്ടുള്ള മാട്രിക്സിനെ 1 to 10 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ ഒരു മാട്രിക്സിലേക്ക് എടുത്തു വെക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മാട്രിക്സ് എങ്ങനെ വരും? അഥവാ 2 റോയെ വരുള്ളൂ. അപ്പൊ 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മുടെ എം എന്ന് പറഞ്ഞിരിക്കുന്ന മാട്രിക്സ് ഉണ്ടാവുക. അപ്പൊ അതില് 1 1 എന്നിരിക്കും. ഇതിപ്പോ നമ്മുടെ 0 0 എലമെന്റ് ആണ്. ഇത് 0 1 0 2 അങ്ങനെ പോകുന്നു. അപ്പൊ ഇത് 1 0 1 1. അപ്പൊ ഇത് നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ വി ആർ യൂസിങ് ലൈക്ക് ദിസ് എം സ്ക്വയർ ബ്രാക്കറ്റ് റോ വാല്യൂ കോമ റോ ഇൻഡെക്സ് കോമ കോളം ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മാട്രിസസിന്റെ ഇൻഡെക്സിങ് ചെയ്യുക. ഇനി ലിസ്റ്റിലാണെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡെക്സിങ് ഓഫ് ദ ലിസ്റ്റ് ഇസ് ലിറ്റിൽ കോംപ്ലെക്സ് വെൻ കമ്പയർഡ് ടു വെക്ടേഴ്സ് ആൻഡ് മാട്രിസസ്. അപ്പൊ നമുക്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു, അതിൽ വേണമെങ്കിൽ വെക്ടേഴ്സ് വരാം, എന്ത് വരാം, ഡാറ്റ ഫ്രെയിം വരാം, മാട്രിസസ് വരാം, ഏതും ഡിഫറെന്റ് ഡാറ്റ ടൈപ്പിലുള്ളത് ഒരുമിച്ച് വരാം. അപ്പോഴല്ലേ നമ്മൾ അതിനെ ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് എ സ്ട്രിംഗ് ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് എലമെന്റ് യു വാണ്ട് ടു ആക്സസ്. നമ്മൾ അതിന്റെ ടൈപ്പ് ഓഫ് എലമെന്റ് എന്താണോ ആക്സസ് ചെയ്യേണ്ടത് അത് അതുപോലെ കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ടു ആക്സസ് ദ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ലിസ്റ്റ് എൽ which is a string you would use the following code. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ലിസ്റ്റ് ഹലോ 1, 2.5 ട്രൂ. അപ്പൊ ഇത് ബൂളിയൻ ടൈപ്പ് പോലെയാണ്, ഇത് സ്ട്രിങ് ആണ്. അപ്പൊ ആ രീതിയിൽ അത് തന്നെ പാസ് ചെയ്തിട്ട് കൊടുത്താലാണ് നമ്മൾക്ക് അതിന് ഒരു 8 എലമെന്റ് ആയിട്ട് കിട്ടുക. അതാണ് ലിസ്റ്റിൽ വരുന്ന ഇൻഡെക്സിങ്. ആ രീതിയിലാണ് വരിക. ഇനി ഡാറ്റ ഫ്രെയിമിലാണെങ്കിൽ നമ്മൾക്ക് ഇൻഡെക്സിങ് അഥവാ ഇൻഡെക്സ് വാല്യൂ ബേസിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കോളം നെയിമും റോ ഇൻഡെക്സും യു നീഡ് ടു സ്പെസിഫൈ ദ കോളം നെയിം ആസ് വെൽ ആസ് റോ ഇൻഡെക്സ്. അതാണ്, അഥവാ ഒരു റോയുടെ നമ്മൾ ഇൻഡെക്സിങ് ആണല്ലോ, അഥവാ ഒരൊറ്റ എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്, ഒരു റോനെ മൊത്തം ഒരു കോളത്തിനെയും അല്ല. അപ്പൊ ആ റോയുടെ വാല്യൂ ആ റോയില് ഏത് കോളത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത് അതും കൂടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻഡെക്സിങ് ഇൻ ഡാറ്റ ഫ്രെയിം ആയി. അഥവാ ഹൈറ്റ് കോളത്തിലെ ഫസ്റ്റ് റോയിലുള്ള ഡാറ്റ ഫ്രെയിം ഫസ്റ്റ് റോയാണ് നമുക്ക് എടുക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡാറ്റ ഫ്രെയിം ഇങ്ങനെയാണ്: ജോൺ, മാരി, പീറ്റർ, അതിലെ ഹൈറ്റ് 180 160 170. അപ്പൊ നമ്മളുടെ എന്തുണ്ടാവും ഇവിടെ? ജോൺ, മാരി, പീറ്റർ, 180 160 170. ഇതായിരിക്കും നമ്മുടെ ഡാറ്റ ഫ്രെയിം. അപ്പൊ അതില് ആ ഡാറ്റ ഫ്രെയിമിലെ 1 കോമ അഥവാ ഫസ്റ്റ് റോയിലെ ഹൈറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ എന്താണ് ഈ ഒരു കോളത്തിന്റെ പേര് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്? നെയിം. ഈ കോളത്തിന്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈറ്റ്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 1 കോമ ഹൈറ്റ് അഥവാ ഫസ്റ്റ് റോയിലെ, അഥവാ ഇത് 0th റോ, ഇത് ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. അപ്പൊ ഫസ്റ്റ് റോയിലെ ഹൈറ്റ്, കോളം ഹൈറ്റ് വരുന്ന വാല്യൂ മാത്രം, ആ എലമെന്റിനെ മാത്രം റിട്രീവ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വേരിയബിളിലേക്ക് 160 റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, അങ്ങനെയാണ് ഇൻഡെക്സിങ് ഇൻ ഡാറ്റ ഫ്രെയിംസ് നടക്കുന്നത്. അപ്പൊ ഇൻഡെക്സിങ് നടക്കുന്നത് എന്താണ്? ഇൻഡെക്സിങ് മീൻസ് നമ്മൾ ഡാറ്റ ആക്സസിങ് ഓർ ഡാറ്റ മാനിപ്പുലേഷൻ അല്ല. നമുക്ക് ഇൻഡെക്സിങ് മീൻസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള വാല്യൂ മാത്രമായിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ അതിനൊക്കെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന രീതിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.